നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ലവ് എന്ന ചൈനീസ് ഡ്രാമയുടെ 16ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണേ മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ മുമ്മു ചൈനയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. മുമ്മും അതുപോലെ തന്നെ ജിന്നൊക്കെ പണ്ട് താമസിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ അവിടെ വെച്ച് തന്നെ ഒരു ചേട്ടനും അനീത്തി സ്ട്രോബെറി വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണും. അത് കാണുമ്പോൾ മുമ്മുവിന് ജിന്നിനെയാണ് ഓർമ്മ വരുന്നത്. പിന്നീട് അവളുടെ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ പോയി നിൽക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് പണ്ട് കണ്ടതുപോലല്ല ഈ സ്ഥലം, ഒരുപാട് മാറിയിട്ടുണ്ട്. അതൊക്കെ ആലോചിച്ച് അവിടെ നിൽക്കുകയാണ്. അവളുടെ മനസ്സിൽ ഇപ്പോഴും ജിന്ന് മാത്രമാണ്. കട്ട് ചെയ്താൽ കുറച്ച് ദിവസത്തിന് ശേഷം മുമ്മുവിനെ കാണാനായിട്ട് ചൈനയിലോട്ട് സീനിയർ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കാർ എടുത്തൊരു സ്ഥലത്ത് വരും. അവിടെ തന്നെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയാണ്. രണ്ടുപേരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നടന്നു പോകും. ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് കോഫി കുടിക്കുകയാണ്. എന്നാലും മുമ്മുവിന് കോഫി അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവളോട് ചോദിക്കും, എന്തുകൊണ്ടാണെന്ന് എനിക്ക് കോഫി ഇഷ്ടപ്പെടാത്തത്? ഇതിൽ നല്ല കോഫി നീ കുടിച്ചിട്ടുണ്ടോ? ആ ഒരു കോഫിയുടെ രുചി പറയാമോന്ന്. പക്ഷെ അവൾക്ക് അതിനെപ്പറ്റി ഓർമ്മയില്ല. സീനിയറിന് മനസ്സിലാവും അവളുടെ കൂടെ കോഫി കുടിക്കുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ ഓർത്തുകൊണ്ടാണ് ഈ കോഫിയൊന്നും അവൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന്. അതല്ല, ആ പേന കൊടുത്ത ആരായിരിക്കും? ആരെങ്കിലും ഒരാൾ ഇവളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലല്ലേ ആ ഒരു പേന കൊടുക്കത്തുള്ളൂ. ആ ഒരു മനുഷ്യനാണോ ആ പേന തന്നെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ആലോചിക്കും, അതേന്ന് പറയും. പിന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് പണ്ട് മുമു ആണെങ്കിൽ ജിന്നനെ പിടിച്ചിറത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചൈനയിലോട്ട് തിരിച്ചു പോവാം, അവിടെ പോയി ചെറിയൊരു കോഫി ഷോപ്പ് ഇട്ട് അവിടെ താമസിക്കാന്ന്. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് അവൾ സീനിയറിനോട് ഒരു ആഗ്രഹം പറയും. അവൾക്ക് ഇതുപോലൊരു സ്ഥലത്ത് ഒരു കോഫി ഷോപ്പ് തുടങ്ങണമെന്ന്. അത് മരങ്ങളുടെയൊക്കെ ഇടയിൽ. ആ കോഫി ഷോപ്പിന് ഇടാൻ പോകുന്ന പേര് മറ്റൊന്നുമല്ല, മൂൺ എന്നാണ്, ചന്ദ്രൻ എന്നാണ്. മൂൺ മീൻസ് മൂ എന്നാണ് കേട്ടോ. മുമ്മുവിന്റെ പേരാണ്. മുമ്മുവിന്റെ പേരിന്റെ തുടക്കം മൂൺ എന്ന് വേണമെങ്കിൽ സാമ്യപ്പെടുത്താം. മുമു എന്ന് പറയുമെങ്കിലും അവളുടെ യഥാർത്ഥ പേര് മൂ എന്നാണ്. അങ്ങനെ അത് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ മൂണായില്ലേ. എന്തായാലും ഇതൊക്കെയാണ് അവളുടെ ആഗ്രഹമെന്ന് സീനിയറിനോട് പറയുന്നുണ്ട്. സീനിയറിനെ കണ്ടു കഴിഞ്ഞിട്ട് മുമു തിരിച്ച് ഒരു കടയിലോട്ട് വരികയാണ് എന്തൊക്കെയോ കഴിക്കാനായിട്ട്. അന്നേരം എന്താ നടക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ജിന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് എന്തൊക്കെയോ കഴിച്ചിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവാണ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം. എന്നാലും മുമുവിന് അവനെ കാണാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അവൻ ഓൾറെഡി അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടു പോയത്. രക്ഷപ്പെട്ടു പോയതല്ല, കാണാൻ പറ്റാതെ പോയത്. മുമു അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങോട്ടൊരു ബ്രോക്കർ വരും. ഇവളുടെ അമ്മ പണ്ട് വിറ്റൊരു വീട് ഇവള് തിരിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പണ്ട് മുമും ജിന്നൊക്കെ ഒരുമിച്ച് വളർന്ന ആ വീട്. എന്നാൽ അത് ഓൾറെഡി ഏതോ ഒരു വലിയ ബിസിനസ്സുകാരൻ വാങ്ങിച്ചു കഴിഞ്ഞു. ആ ഒരു ബ്രോക്കർ പറയും, ആ ബിസിനസ്സുകാരൻ എന്തായാലും വിൽക്കത്തില്ല. അയാളോട് പലതവണയായിട്ട് പറഞ്ഞു. അപ്പൊ മുമു പറയും, അയാളെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ പോയി കണ്ടോളാം, അയാളോട്ടൊരു അപ്പോയിന്റ്മെന്റ് ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിന് അയാൾ സമ്മതിക്കുകയും ചെയ്യും. മുമുവിന് അയാളോട്ടൊരു അപ്പോയിന്റ്മെന്റ് ഒപ്പിച്ചു കൊടുക്കാന്ന് പറയും. ബ്രോക്കർ അവിടെ നിന്ന് പോയതിനു ശേഷം അവളിരുന്ന് കഴിക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു കപ്പിൾസ് ഒരു പട്ടീനെ കളിപ്പിക്കുന്നു. ഇത് കാണുമ്പോൾ അവൾക്ക് അവളുടെ പഴയ പട്ടിയുടെ കാര്യമാണ് ഓർക്കുന്നത്. ആ നേരം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. പണ്ട് മുമ്മും അതുപോലെ തന്നെ കൂട്ടുകാരനും ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവൾ കാനഡയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഒരു ലീവിന്. അപ്പൊ അവളുടെ ആ പട്ടീനെ കൂടെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവനോട് അതിനെ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ എന്താ പറഞ്ഞെന്നറിയാമോ? ആ പട്ടിയെ കാണാതെ പോയി, അതുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ്. മുമ്മുന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമായിട്ട് അവളിങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പട്ടീനെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. അവൾ സാധാരണ ഒരു പട്ടിയായിട്ടല്ല അതിനെ കണ്ടത്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയായിട്ടാണ് അവൾ കണ്ടത്. അതല്ല, കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അത് വെറും ഒരു പട്ടിയല്ലേ, എന്തിനെങ്ങനെ വാശി പിടിക്കുന്നതെന്ന്. ആ പട്ടി എവിടെ പോയെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. ഇനിയിപ്പോ കൂട്ടുകാരൻ അതിന് എന്തെങ്കിലും ചെയ്തോ, അത് നമുക്ക് മുമ്പോട്ടുമ്പോൾ മനസ്സിലാക്കാം. ഇതിനുശേഷം അവർ രണ്ടുപേരും കൂടെ തിരിച്ച് നടന്നു പോകുമ്പോൾ കൂട്ടുകാരൻ അവളെ പിടിച്ച് നിർത്തിയിട്ട് അവളോട് പറയും, ഇനിയിപ്പം ജിന്ന് നിന്നെ വിളിക്കാനായിട്ട് വന്നില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും കാത്തു നിൽക്കും, നിന്നെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളാം, ഇത് നിന്റെ മനസ്സിൽ വെച്ചോ എന്ന് പറയുമ്പോൾ എന്തായാലും ജിന്ന് എന്നെ കാണാനായിട്ട് വരും, അതുകൊണ്ട് അതിനൊരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോവും. ഈ കൂട്ടുകാരനാണെങ്കിൽ മുമ്മുവിനെ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കല്യാണം കഴിച്ച് സ്വീകരിക്കാന്ന്. മീൻസ് എന്താ പറയാ, ഇനിയിപ്പം ജിന്ന് അവളുടെ അടുത്തോട്ട് വന്നില്ലെങ്കിൽ കൂട്ടുകാരനെ അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. കൂട്ടുകാരനെ അവളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ മുമു ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് എന്തായാലും ജിന്ന് അവളെ കല്യാണം കഴിക്കാനായിട്ട് വരുമെന്ന്. ഇതും പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോയി. പിന്നാലെ തന്നെ കൂട്ടുകാരൻ ഓടി ചെല്ലുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രസന്റിലോട്ട് വരികയാണ്. എന്തായാലും അവൾ ഇതൊക്കെ ആലോചിച്ച് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അതുമല്ല, ഇവൾ ഇവിടുത്തെ അടുത്തൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവൾക്ക് കോഫി ഷോപ്പ് തുടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും ഇവൾ അടുത്തൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പൈസയൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് രാത്രി അവൾ വീട്ടിൽ വരും. അതുപോലെ തന്നെ ആ ബ്രോക്കർ അവളുടെ ഫോണിലോട്ട് വിളിക്കും. ആ ബ്രോക്കർ ഒരു അപ്പോയിന്റ്മെന്റ് ഒപ്പിച്ചിട്ടുണ്ട് ആ ഒരു വലിയ ബിസിനസ്സുകാരനെ കാണാനായിട്ട്. മുമ്മുവിന്റെ പഴയ വീട് വാങ്ങിച്ച ആ ബിസിനസ്സുകാരനെ കാണാനായിട്ട്. മുമ്മുവിനും ഒരുപാട് സന്തോഷവും. ഇനി ആ ബിസിനസ്സുകാരനെ കണ്ടിട്ട് നേരിട്ട് കാര്യം പറഞ്ഞാൽ പോരെ. അയാളത് കൊടുക്കാനൊന്നും പോകുന്നില്ല, കാരണം അയാൾ നല്ല പൈസ ഉള്ള ബിസിനസ്സുകാരനാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ മുമ്മു ചെറുതായിട്ട് നോടാനായിട്ട് പോവാണ്. ആ നേരം അങ്ങോട്ടൊരു പട്ടിക്കുട്ടി ഓടി വരും. അവളുടെ പഴയ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയില്ലേ, ആ ഒരു കളറുള്ള പട്ടിക്കുട്ടി അങ്ങോട്ട് ഓടി വരും. കൂടെ തന്നെ ഒരു ലേഡി ഉണ്ട്. ആ പട്ടിക്കുട്ടി മുമ്മുവിനെ കണ്ടുടനെ അടുത്തോട്ട് ഓടി വരുവാണ്. അവളുമായിട്ട് നിന്ന് കൊഞ്ചുന്നുണ്ട്. ആ ലേഡി ഇത് കണ്ട് ആകെ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈ പട്ടി ഇങ്ങനെ ആരോടും പെരുമാറാറില്ല. മുമ്മുവിനെ നേരത്തെ അറിയാവുന്നത് പോലെ. പക്ഷെ മുമ്മുന് ഈ പട്ടി ആരാന്ന് മനസ്സിലാവുന്നത് പോലുമില്ല. ആ ലേഡി എന്തായാലും ഈ പട്ടിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് മാറിപ്പോവും. അവര് മാറിപ്പോയ ഉടനെ മുമ്മുന്റെ ഫോണിലോട്ട് ഒരു കോള് വരും. വിളിച്ചത് മറ്റാരുമല്ല, അവളുടെ സീനിയർ തന്നെയാണ്. അവൻ ചൈന വിട്ട് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്, ജോലി ആവശ്യത്തിനായിട്ട്. അതുകൊണ്ട് തന്നെ അവളോട് ടാറ്റ പറയാനായിട്ടും പിന്നെ ഇവൻ ഈ ചൈനയിൽ വന്നപ്പോൾ അവിടെ തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിന്റെ അകത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഒരു കോഫി
കോഫി ഷോപ്പ്, അതല്ല അതിന്റെ പേര് മൂണെന്നാണ്. പിന്നെ മരങ്ങൾക്കിടയിലുമാണ്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ സീനിയർ എന്താ വിചാരിക്കുന്നത്, അതെല്ലാം മുമു തുടങ്ങിയ കടയാണെന്നാണ്. മുമു തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ മുമു തുടങ്ങിയതാണെന്ന് വിചാരിക്കും. മുമുനോട് നീ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നാണ് അവൾ പറയുന്നത്. അവൾ എങ്ങനെയാണോ തുടങ്ങാൻ ആഗ്രഹിച്ചത്, അവൾ എങ്ങനെയാണോ ജിന്നിനോട് പറഞ്ഞിരുന്നത്, അതേപോലെയാണ് കടകളെല്ലാം തുടങ്ങിയിരിക്കുന്നത്. മരങ്ങളുടെ ഇടയിൽ, ഒരു പാർക്കില്, പിന്നെന്താ പറയാ മൂണെന്നാണ് പേരിട്ടേക്കുന്നത്. ഇവൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അവൾ സീനിയറിന്റെ ആ ഒരു കോഫി ഷോപ്പിന്റെ അഡ്രസ്സ് വാങ്ങുന്നുണ്ട്. അഡ്രസ്സ് നോക്കി നേരെ ചെല്ലുന്നത് ഒരു പാർക്കിലാണ്. അവിടെ ചെല്ലുമ്പോൾ നേരത്തെ ഒരു പട്ടിക്കുട്ടിയായിട്ട് പോയ ലേഡിയില്ലേ, ആ ലേഡി പട്ടിക്കുട്ടിയെ കൊണ്ട് അങ്ങോട്ട് വരും. ആ പട്ടി ഓടി മുമ്പിന്റെ അടുത്ത് വരികയാണ്. വീണ്ടും സ്നേഹം കാണിക്കുക. വീണ്ടും ആ ലേഡി ആ പട്ടിക്കുട്ടീനെയും പിടിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നും. അവളുടെ പഴയ പട്ടിയുടെ ഓർമ്മയൊക്കെ വരും. അവൾ പെട്ടെന്ന് തന്നെ ആ പട്ടിയുടെ പേര് വിളിക്കും. അത് കേട്ട ഉടനെ ഈ പട്ടി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവളുടെ അടുത്തോട്ട് ഓടി വരും. അത് മറ്റാരും അല്ല, അവളുടെ പഴയ പട്ടി തന്നെയാണ്. എന്നാൽ അവൾക്ക് മനസ്സിലായിട്ടില്ല. അവൾ ആ പട്ടീനെ നല്ല രീതിയിൽ തലോടുന്നുണ്ട്. പക്ഷേ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. ഓടാതിരിക്കാനായിട്ട് അവൾ അതിന്റെ ബെൽറ്റിൽ പിടിക്കുകയാണ്. പക്ഷെ അവളെയും വലിച്ചുകൊണ്ട് അത് ഓടി നേരെ ഒരു റെസ്റ്റോറന്റിൽ ചെല്ലും. അതായത് ആ മൂണെന്ന് പറയുന്ന റെസ്റ്റോറന്റില്ലേ, അവൾ സീനിയറിന്റെ അഡ്രസ്സ് വാങ്ങിച്ച ആ സെയിം റെസ്റ്റോറന്റ് തന്നെ. അവൾ ആ ഒരു റെസ്റ്റോറന്റ് കണ്ടതും എന്തോ പോലെ അകത്തോട്ട് കയറി ചെല്ലുന്നുണ്ട്. ഈ പട്ടിയും കൂടെ ഉണ്ട്. പട്ടി അവളെ വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്തായാലും ബാക്കിയുള്ള ആ ലേഡികൾ അങ്ങോട്ട് വരും. അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഇവിടെ തന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു മൂണെന്ന് പറയുന്ന കോഫി ഉണ്ട്, അതെടുക്കത്തോ എന്ന് ചോദിക്കും. അവൾ എടുത്തോളാൻ പറയും. അവൾ ആ കട മൊത്തം നോക്കുമ്പോൾ അവൾക്ക് പരിചിതമായിട്ട്, അവളുടെ മനസ്സിൽ എങ്ങനെയാണോ അവൾ സാങ്കല്പികമായിട്ട് വിചാരിച്ചിരുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്. അവൾ വീണ്ടും അവിടെ നടന്ന് പരതാനായിട്ട് തുടങ്ങും. അങ്ങനെ പരതുമ്പോൾ എന്താ കാണുന്നത്, അവള് ജിന്നിന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ, അതേപോലെ വേറെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ടെലിസ്കോപ്പും ഉണ്ട്. ഈ മുമ്മുന് സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞ ജീവനായിരുന്നു. ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ട് അവൾക്ക് തോന്നുകയാണ്. ഇനിയിപ്പോ ഈ ഹോട്ടൽ തുടങ്ങിയത് ജിന്നാണെങ്കിലോ അറിയില്ല. അവൾ ഈ ടെലിസ്കോപ്പ് നോക്കി നിൽക്കുമ്പോൾ അങ്ങോട്ട് ആ സ്റ്റാഫ് വരും. ഞാൻ ഒരു ടെലിസ്കോപ്പ് കംപ്ലൈന്റ് ആണ്. എന്തായാലും അവൾക്ക് കോഫി ഉണ്ടോന്ന് കൊടുത്തിട്ട് ആ സ്റ്റാഫ് അവിടെ നിന്ന് മാറിപ്പോവും. അവൾ അത് കുടിച്ചു നോക്കുമ്പോൾ പണ്ട് ജിന്ന് അവൾക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കത്തില്ലേ, അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ്. അവൾക്കത് മനസ്സിലായിട്ടുണ്ട്. അവളാകെ കിള്ളിപ്പാറി അവിടെ നിന്ന് പോവാണ്. കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അവൾ സ്റ്റാഫിനെ ചെന്ന് കാണും. അതുപോലെ തന്നെ ഈ കടയുടെ ബോസിനെ കാണണമെന്ന് പറയും. ഇനിയിപ്പോ ജിന്നാണെങ്കിലോ, എന്നാൽ ആ സ്റ്റാഫ് ഒരു ബുക്ക് എടുത്ത് കൊടുക്കും. ജിന്നിനെ നേരിട്ട് കാണാനായിട്ട് വേറെ കുറെ പെൺകുട്ടികൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ അവളുടെ പേരൂടെ എഴുതാനായിട്ട് പറയും. ഇവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ആ ബുക്ക് വാങ്ങിച്ചിട്ട് ജിൻ അവൾക്ക് കൊടുത്തൊരു പേനയില്ലേ, ആ പേന എടുത്ത് ആ ബുക്കിൽ വെക്കും. തിരിച്ചു കൊടുക്കുകയാണ്, ഞാൻ പേരെഴുതിയെന്ന് പറഞ്ഞിട്ട്. വീണ്ടും ഈ ജിന്നിനെ പറ്റി അവൾ അന്വേഷിക്കുന്നുണ്ട്. അവൻ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ജിന്നിന് വേറെയും കുറെ ബിസിനസ് ഉണ്ട്. പക്ഷേ ഈ ഹോട്ടല്, അതായത് ഈ റെസ്റ്റോറന്റ് നഷ്ടത്തിലാണ്. എന്നാലും അവൻ ഇത് ക്ലോസ് ചെയ്യുന്നില്ല. പകരം വേറെ ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇതിനകത്തോട്ട് മുടക്കും. അങ്ങനെ ഒരു ബിസിനസ് നഷ്ടത്തിൽ കൊണ്ടുപോകണമെങ്കിൽ എന്തായിരിക്കും അർത്ഥം? ആർക്കോ വേണ്ടിയിട്ട്, ഏതോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി തുടങ്ങിയ റെസ്റ്റോറന്റ് ആണിത്. എന്തായാലും മുമു തിരിച്ചു പോവാണ്. അന്ന് രാത്രി മുമു വീട്ടിൽ വന്നിട്ട് ആ റെസ്റ്റോറന്റിന്റെ റിവ്യൂ ഗൂഗിളിൽ നോക്കാണ്. നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കാണുന്നത്, അവിടുത്തെ ഓണർ നല്ല സുന്ദരനാണ്. അവനുമായിട്ടൊരു ഡേറ്റ് കിട്ടുമോ, അവൻ മാരീഡ് ആണോ, അങ്ങനെയൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ചിലര് പറയുന്നുണ്ട് അവൻ മാരീഡ് ആണ്, അവന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന്. ഇത് കാണുമ്പോൾ മുമ്പിന്റെ ചങ്കൊന്ന് കലങ്ങിപ്പോവും. പിറ്റേ ദിവസം അവൾ എന്തോ ഒരു ജോലിക്ക് പോയിട്ട് നേരെ ചെല്ലുന്നത് എങ്ങോട്ടാന്ന് അറിയാമോ, ആ ഒരു റെസ്റ്റോറന്റിലാണ്. അവിടെ ചെന്നിട്ട് അവളുടെ പേന കളഞ്ഞു പോയെന്ന് പറയും. ആ സ്റ്റാഫിന് മനസ്സിലായിട്ടുണ്ട് ആ പേന കളഞ്ഞു പോയിട്ടുണ്ടെന്ന്. പക്ഷെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ജിൻ അവിടെ നേരിട്ട് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പേന കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം, അതായത് പിറ്റേ ദിവസം അവൾ അവനെ വന്ന് കണ്ടോളാൻ പറയും. ആ സ്റ്റാഫുകളാണ് അവളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവൾക്ക് ഒരുപാട് സന്തോഷവും. അവസാനം ആ ഓണർ ഇവിടെ നേരിട്ട് കാണാന്ന് പറഞ്ഞില്ലേ, അന്ന് രാത്രി അവൾ വീട്ടിൽ വന്നിട്ട് ഓരോ ഡ്രസ്സായിട്ട് നോക്കും, ഏതാ നാളെ ഇട്ടോണ്ട് പോകണ്ടേന്ന് അറിയാൻ പാടില്ലാതെ. അന്നേരം അവളുടെ ഫോണിലോട്ട് കോള് വരും. വിളിച്ചത് മറ്റാരുമല്ല, ബ്രോക്കറാണ്. അതായത് നാളെ ഞായറാഴ്ച ആ ഒരു ഓണറുമായിട്ട്, ആ ഒരു വലിയ ബിസിനസ്സുകാരനുമായിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് അങ്ങോട്ട് ചെന്നാൽ മതി. വീണ്ടും ഒരു കോളൂടെ വരും. വിളിച്ചത് കമ്പനിയിൽ നിന്നാണ്. ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് നാളെ കമ്പനിയിൽ വരണമെന്ന് പറയും. അതുമല്ല നാളെ ആ ഓണറുമായിട്ട്, റെസ്റ്റോറന്റിന്റെ ഓണറുമായിട്ടും മീറ്റിംഗ് ഉണ്ട്. ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും രാവിലെ ആവുന്ന സമയത്ത് അവള് കമ്പനിയിൽ ചെല്ലും. തിങ്കളാഴ്ച, അതായത് പിറ്റേ ദിവസം, ഇന്നത്തെ പിറ്റേ ദിവസം അവൾക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, അതിന് പോകണം. അപ്പൊ അതിനെയൊക്കെ പറ്റി സംസാരിച്ചതിന് ശേഷം അവൾ നേരെ റെസ്റ്റോറന്റിൽ ചെല്ലും. അവൾ ഒരുപാട് താമസിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അവൾ അങ്ങനെ വലിയ പ്രതീക്ഷയോടെ വന്നേക്കാണ്. അവിടെ തന്നെ വേറൊരു പയ്യൻ നിപ്പുണ്ട്. അവൻ അവളെ തെറ്റിദ്ധരിക്കും, ഇനിയിപ്പോ ജിന്നാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ജിന്നൊന്നുമല്ല. അന്നേരം അങ്ങോട്ട് ആ ഒരു സ്റ്റാഫ് വന്നിട്ട് ഓണർ മണ്ടയിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടെന്ന് പറയും. അവൾ പതിയെ നോക്കുമ്പോൾ ജിന്നിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അവളുടെ കണ്ണൊക്കെ നിറയാണ്. പതിയെ പതിയെ അവൾ മണ്ടയിലോട്ട് കയറി ചെല്ലാനായിട്ട് തുടങ്ങും. അവൾ നോക്കുമ്പോൾ ഒരു മനുഷ്യനിരുന്ന് ബുക്ക് വായിക്കുന്നു, അതുപോലെ തന്നെ കോഫിയും കുടിക്കുന്നു. പിന്നെ ഈ ജിന്നാണെങ്കിൽ ഇപ്പോഴും ഡിഗ്രി എടുക്കുകയാണ് കേട്ടോ. അവന് 30 വയസ്സായി. അവൾ അങ്ങനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അത് മറ്റാരുമല്ല, ജിൻ തന്നെയാണ്. ജിൻ പതിയെ എണീക്കും. ഇതിനുശേഷം രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കും. മുമ്പ് ചോദിക്കും, ഞാനാണെന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചെന്ന്. അവൻ പറയും, ഒരു പെൺകുട്ടിക്ക് ടെലസ്കോപ്പ് ഉപയോഗിക്കാൻ അറിയാം, അതുപോലെ തന്നെ എന്റെ കോഫി ഇഷ്ടപ്പെട്ടു, പിന്നെ എന്റെ പട്ടിക്കുട്ടിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അതിനർത്ഥം അത് വേറെ ഏതും പെൺകുട്ടിയല്ല, അത് മുമ്പ് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് അവൻ പറയും. ആ നേരം അങ്ങോട്ട് സ്റ്റാഫ് കോഫിയും അതുപോലെ തന്നെ ഒരു കേക്കും കൊണ്ടുവരും. സ്ട്രോബെറി ഫ്ലേവർ കേക്ക്. എന്നാൽ അവൾ അതെനിക്ക് വേണ്ടെന്ന് പറയും. കാരണം അവൾക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല എന്ന്. ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ അവൾ സ്ട്രോബെറി വെറുത്തു പോയെന്ന്. എന്നാൽ പിന്നെ ഞാൻ
ഞാനിത് മാറ്റിയെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ജിന്ന് സ്ട്രോബെറി ഫ്ലേവർ മാറ്റാനായിട്ട് പോകുമ്പോൾ മുമു കൊടുക്കത്തില്ല, ഞാൻ കഴിച്ചോളാം, എനിക്ക് വിശപ്പുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങും. ജിന്നിന് മനസ്സിലാവത്തില്ല അവൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന്. മുമു പതിയെ അവനോട് ചോദിക്കും, നീ കല്യാണം കഴിച്ചോ, നിനക്ക് ഭാര്യയും മക്കളും വല്ലതും ഉണ്ടോന്ന്. പക്ഷെ അവൻ അതിന് മറുപടി പറയുന്നില്ല. പകരം അവളോട് ചോദിക്കും, നീ കല്യാണം കഴിച്ചോ, നിനക്ക് ഭർത്താവ് വല്ലതും ഉണ്ടോന്ന്. അവൾ കള്ളം പറയും, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ കല്യാണം അടുത്ത് വരാൻ പോവാണ്, അവനെ കാണാനായിട്ടാണ് ഞാൻ ചൈന വരെ വന്നേന്ന്. ഇത് കേൾക്കുമ്പോൾ അവനൊന്ന് തകർന്നു പോകുന്നുണ്ട്. എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാതെ അവൻ അങ്ങനെ ഇരിക്കും. ഇത് കാണുമ്പോൾ മൂന്ന് ദേഷ്യം വരും. ഞാൻ എന്റെ കല്യാണത്തിന് നിന്നെ വിളിക്കാന്ന് പറഞ്ഞ് എണീറ്റ് പോകും. പക്ഷെ അവന് നമ്പർ കൊടുത്തില്ലല്ലോ അവനെ വിളിക്കാനായിട്ട്. അവൾക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല, എന്നാലും അവള് ചുമ്മാ പറഞ്ഞാണ്. പതി തിരിച്ചു വന്നിട്ട് അവളുടെ ഫോൺ എടുത്ത് അവന്റെ കൊടുത്തിട്ട് അവന്റെ നമ്പർ കൊടുക്കാനായിട്ട് പറയും. ഇനിയിപ്പോ കല്യാണത്തിന് വിളിക്കണമെങ്കിൽ അവന്റെ നമ്പർ വേണമല്ലോ. നമ്പർ വാങ്ങിച്ച് എന്റെ പട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അവളുടെ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വരത്തില്ലേ, അപ്പൊ പട്ടീനെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. പക്ഷെ അവള് ആ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. പകരം അവിടെ വന്ന് വിഷമിച്ച് നിന്ന് കരയാണ്. അവൻ പറഞ്ഞില്ലല്ലോ അവൻ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്ന്. ഇതേ നേരം ജിന്നെന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ അവനും അവിടെ മാറി നിന്ന് വിഷമിക്കുന്നുണ്ട്. അവനും ഒരുപാട് വിഷമമായിട്ടുണ്ട്. ഇനിയിപ്പം മുമ്മുവിന് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലോ അവള് കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിലോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ട് കഴിയുന്നില്ല. അന്ന് രാത്രി ആവുന്ന സമയത്ത് മുമ്മു വീട്ടിൽ വരും. അവിടെ കിടന്നിട്ട് അവന് മെസ്സേജ് ഇടുകയാണ്, ഒരു ഫ്രണ്ട് റിക്വസ്റ്റ്. എന്നിട്ട് അവന് മെസ്സേജ് ഇടും, ഇത് ഞാനാണ് മുമ്മു എന്ന് പറഞ്ഞിട്ട്. അവള് പതിയെ ആലോചിക്കും, അവന്റെ കടയിലെ പേര് മൂൺ എന്നാണ്, അതായത് മുമുവിന്റെ മൂൺ. മൂ മീൻസ് മൂൺ. പിന്നെ ആ ഹോട്ടൽ നഷ്ടമായിട്ടും അവൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ റെസ്റ്റോറന്റിൽ എന്റെ വായിൽ ഹോട്ടലിനെ വരുന്നുള്ളൂ, അതിനർത്ഥം അവൻ അവളെ ഇഷ്ടമാണെന്നാണ്. ഈ ഒരു കാര്യം അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് നേരെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവൾക്ക് നല്ല കുറ്റബോധം അടിക്കും, അതിലുപരി സങ്കടവും പിന്നെ സന്തോഷവും. അങ്ങനെ ഇരുന്ന് കരയാണ്. അവന് ചിരിക്കുന്ന ഒരു സ്മൈലി വീണ്ടും മെസ്സേജ് ആയിട്ട് ഇടുമ്പോൾ അവൻ തിരിച്ച് മെസ്സേജ് അയക്കും, പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിക്കോ, രാത്രിയായെന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ജിന്നൊരു ജിമ്മിൽ വന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ ചെയ്യാണ്. അവന് നടക്കാനൊന്നും കഴിയുന്നില്ല, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു ആക്സിഡന്റിന് ശേഷം. അങ്ങനെ കുറെ നേരം വർക്കൗട്ട് ചെയ്തിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ ഫോണിലോട്ട് ഓണർ അറേഞ്ച് ചെയ്ത് കൊടുത്ത ആ ഒരു ഡോക്ടർ വിളിക്കും. എന്നിട്ട് ജിന്നിനോട് പറയും, കൂടുതലൊന്നും വർക്കൗട്ട് ചെയ്യേണ്ട, അത്ര നീ ആയിട്ടില്ല, പതിയെ പതിയെ എല്ലാം റെഡിയായി വരത്തുള്ളെന്ന്. അവനും അത് സമ്മതിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അവൻ ആക്സിഡന്റിന് ശേഷം നേരെ നടക്കാനൊന്നും കഴിയുന്നില്ല, നല്ല പാടാണ്, ഇനി പതിയെ പതിയെ റെഡിയായി വരത്തുള്ളൂ. ഈ നേരം മുമു ആണെങ്കിൽ അവളുടെ വീട്ടിലിരിപ്പുണ്ട്. അവനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇത്രയും നാൾ അവനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അവൻ ഒറ്റ റിപ്ലൈ പോലും കൊടുത്തില്ലല്ലോ, ആ ഒരു വിഷമത്തിലാണ്. അതുമല്ല അന്നേരം അവളുടെ ഫോണിലോട്ട് സീനിയർ വിളിക്കും, ഈ അടുത്ത് ഏതോ ഒരു കൂട്ടുകാരിയുടെ കല്യാണം വരുവാണ്, അപ്പൊ അതിന് മുമുവിനെ വിളിക്കുന്നുണ്ട്, ഇൻവിറ്റേഷനും അയച്ചു കൊടുക്കും. അതിനകത്ത് തന്നെ ആ ഒരു കപ്പിൾസിന്റെ ഫോട്ടോ ഉണ്ട്. ഈ മുമു എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അതെടുത്തിട്ട് അതിനെ മോർഫ് ചെയ്യും, അവളുടെ തല അതിനകത്ത് വെട്ടിക്കയറ്റും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇത് ജിന്നിന് അയച്ചു കൊടുക്കും, അവളുടെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട്. അടുത്ത ചൊവ്വാഴ്ചയാണ് ഇത് നടക്കാനായിട്ട് പോകുന്നത്. ഇത് കാണുമ്പോൾ ജിന്നിന്റെ കിളി ആകെ പാറും. അവനാകെ വിഷമിച്ച് അവിടെ ഇരുന്ന് പോവാണ്. അതുപോലെ തന്നെ മുമു പറയുന്നുണ്ട്, എനിക്ക് ബന്ധം എന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സ്വർണവും പിന്നെ ഒരു ബാഗ് നിറച്ച് പൈസയും കൊണ്ടുവരണമെന്ന് പറയും. ബാഗ് നിറച്ചല്ല, ഒരു എൻവലപ്പ് നിറച്ച്. ജിന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല അവള് പറഞ്ഞതെല്ലാം സത്യമാണെന്നും അവളുടെ കല്യാണം നടക്കാൻ പോവുകയാണെന്നും. അവനാകെ കിളി പാറി വിഷമിച്ച് അവിടെ ഇരുന്ന് പോവാണ്. മുമ്മുവിനാകെ സന്തോഷം, അവള് തുള്ളി ചാടുന്നുണ്ട്. ഇത്രയും വർഷം അവളെ ബുദ്ധിമുട്ടിപ്പിച്ചതല്ലേ, അതായത് അവൾക്ക് ഒരുപാട് വിഷമം കൊടുത്തതല്ലേ, അപ്പൊ അവൾ ഇതുപോലെയൊക്കെയാണ് അവനോട് പ്രതികാരം ചെയ്യുന്നത്. അങ്ങനെ ചൊവ്വാഴ്ച ആകുമ്പോൾ ജിന്നി കല്യാണത്തിന് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൻ ഫോട്ടോ കണ്ട് ഞെട്ടും. അപ്പോഴാണ് അവന് മനസ്സിലാവുക അത് മുമു ഒന്നുമല്ല, മുമു മോർഫ് ചെയ്തതാണെന്നുള്ള കാര്യം. അവൻ പതി അവന്റെ വണ്ടിയിൽ വന്ന് കയറുമ്പോൾ മുമു വിളിക്കും, എന്താ മോനെ, നിനക്കിപ്പോ സന്തോഷമാണോ അതോ വിഷമാണോ എന്ന്. അവൻ ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. നീ എന്തിനാ കള്ളം പറഞ്ഞത്, സത്യം പറ, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വീണ്ടും കള്ളം പറയും, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളുടെ കല്യാണം ഈ അടുത്ത് തന്നെ നടക്കും, അതുമല്ല എനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, അതിന് പോയിട്ട് എന്തായാലും കല്യാണം നടക്കുമെന്ന് പറയും. പിന്നെ ആ ഒരു സ്വർണ്ണമൊക്കെ അവൻ കൊടുക്കാന്ന് പറയുന്നുണ്ട്, അവൻ കൊണ്ടുവന്ന സ്വർണം അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ പ്ലെയിൻ കയറി എങ്ങോട്ടാ പോകുന്നത്, ഒരു ബിസിനസ് ട്രിപ്പിന് പോകും. അങ്ങനെ അവൾ ബിസിനസ് ട്രിപ്പൊക്കെ ആസ്വദിക്കാനൊന്നുമില്ല, ജോലിയുടെ ഭാഗമായിട്ട് പോയതാണ്. പിന്നെ നമ്മുടെ ജിന്നാണെങ്കിൽ എന്തോ ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനിയിലാണെന്നോ ഒന്ന് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ അവന്റെ കമ്പനി ആയിരിക്കാം. അവനാണ് പ്രസംഗം കൊടുക്കുന്നത്, ഇതുപോലെ കാർ ഉണ്ടാക്കണം, അതുപോലെ കാർ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ ഈ കാറുമായിട്ട് നല്ല ക്രൈസ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ചിലപ്പോൾ അവൻ കമ്പനി തുടങ്ങാനായിട്ടുള്ള സാധ്യത ഉണ്ട്, അറിയില്ല. വീണ്ടും മുമ്മുനെ കാണിക്കുകയാണെങ്കിൽ അവള് ബിസിനസ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് അവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അയച്ച മെസ്സേജിനൊന്നും ജിന്ന് ഇതുവരെ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇവൾ എന്താ ചെയ്യുന്നത്, നേരെ അവന്റെ റെസ്റ്റോറന്റിൽ ചെല്ലും. അവിടെ ചെന്ന് കോഫി ഓർഡർ ചെയ്യുമ്പോൾ അവർ പൈസ വാങ്ങത്തില്ല, കാരണം ജിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവളുടെ നിന്ന് പൈസ വാങ്ങാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ ഇവൾക്കൊരു VIP ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ ജിന്ന് ഇവിടെ ഇല്ല എന്നും പറയുന്നുണ്ട്, അവൻ എങ്ങോട്ടോ പോയി. പിന്നെ മറ്റേ ആ ഒരു പട്ടിക്കുട്ടി അവിടെ ഉണ്ട്. മുമു കോഫി കുടിക്കുന്ന സമയത്ത് ആ പട്ടിക്കുട്ടി തൊട്ട് സൈഡിൽ തന്നെ ഉണ്ട്. മുമു സ്റ്റാഫിനോട് ഓരോ ഡൗട്ടായിട്ട് ചോദിക്കും, ജിന്ന് കല്യാണം കഴിച്ചോന്ന്. എന്നാൽ അവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്ന് പറയും. പിന്നെ ജിന്ന് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല, എന്തോ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ അവരറിയാതെ പറഞ്ഞതാണ്, അത് പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. മുമ്മുന് ആകെ ഡൗട്ട് അടിക്കുന്നുണ്ട്. ജിന്നിന്റെ ഹെൽത്തിന്റെ കാര്യം മുമ്മുന് അറിയത്തില്ല, അവൻ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതുമല്ല അവൻ ഡിഗ്രി എടുക്കാനായിട്ട് കോളേജിൽ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അവ ഒരു ഫുൾ ടൈം ജോബ് നോക്കാത്തതെന്ന് അവളോട് കള്ളം പറയും. എന്തായാലും കോഫിയൊക്കെ കുടിച്ചിട്ട് അവൾ ആ പട്ടിക്കുട്ടീനെ അയച്ചിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ
സ്റ്റാഫിനോട് പറയും, എന്തായാലും നിങ്ങളുടെ ബോസിനോട് പറഞ്ഞേക്കും ഞാൻ ഈ പട്ടിക്കുട്ടീനെ കൊണ്ടുപോയെന്ന്. ഇനിയിപ്പോൾ ഈ പട്ടിക്കുട്ടീനെ വേണമെങ്കിൽ നിങ്ങളുടെ ബോസിനോട് നേരിട്ട് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. പെട്ടെന്ന് തന്നെ ഈ സ്റ്റാഫ് ജിന്നിനെ ഫോൺ വിളിക്കും. ജിന്നിനോട് കാര്യം പറയുമ്പോൾ അവൻ ടെൻഷൻ ആവുന്നൊന്നുമില്ല, പകരം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ഇത് കാണുമ്പോൾ ഈ രണ്ട് സ്റ്റാഫ്സിനും അത്ഭുതമാണ്. അങ്ങനെ അവൾ പട്ടിക്കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോവാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ പട്ടിക്കുട്ടി അവിടെ ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അന്നത്തെ ദിവസം പങ്കിടും. അന്ന് രാത്രി ആകുമ്പോൾ എന്താ ജിന്നി വിളിക്കാത്തതെന്ന് ആലോചിച്ച് അവൾ അങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം അവളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരും, അവളുടെ അഡ്രസ്സ് അയച്ചതാ, ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പട്ടീനെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് അവൾ അഡ്രസ്സ് അയച്ചു കൊടുക്കും. പിന്നീട് അവൾ ഈ പട്ടീനെയും കൊണ്ട് വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ തന്നെ ജിന്നി കാത്തു നിൽപ്പുണ്ട്. ഇത്രയും നാളായിട്ട് അവൾ ആരെയൊക്കെ കണ്ടിട്ട് അവൾക്കൊരു ക്രഷ് പോലും തോന്നിയിട്ടില്ല, കാരണം ഇവ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ ചിന്തിച്ച് അവൾ പതിയെ പതിയെ അവന്റെ അടുത്തോട്ട് ഇറങ്ങി ചെല്ലും. എന്തായാലും വന്നതല്ലേ, ജിന്നിനെ വീട്ടിലോട്ട് ക്ഷണിക്കും. അതുപോലെ മുമു എടുത്ത് പറയുന്നുണ്ട് എന്റെ ബോയ് ഫ്രണ്ട് വീട്ടിലില്ല എന്ന്. പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറയും, അവൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞങ്ങൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് അവിടെ പോവും ഇവിടെ പോകുന്നൊക്കെ. ജിന്നി ഇതൊക്കെ കേട്ട് അവിടെ നിപ്പുണ്ട്. അവന് പകുതി വിശ്വാസമുണ്ട്, പകുതി വിശ്വാസമില്ല. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോവാണ്. ചുമ്മാ രാത്രി നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അവൾ അവനോട് ചോദിക്കും നിന്റെ ഭാര്യയും മക്കളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അവൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അവന് ഭാര്യയും മക്കളും ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. നടന്നു പോകുന്ന സമയത്ത് മുമ്പ് ചോദിക്കും, ഒരു രാത്രി ഒരു പെൺകുട്ടിയുടെ കൂടെ നീ നടന്നു പോയെന്ന് അറിഞ്ഞാൽ നിന്റെ ഭാര്യ നിന്നെ സംശയിക്കത്തില്ലേ എന്ന്. അവനും തിരിച്ചു ചോദിക്കും, നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ സംശയിക്കത്തില്ലേ? അപ്പൊ അവള് ഓരോ കള്ളങ്ങൾ പറയണം, അവളുടെ ബോയ് ഫ്രണ്ട് എപ്പോഴും പെൺകുട്ടികളുടെ പിന്നാലെയാന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ ജിന്നിന് ടെൻഷൻ ആവുന്നുണ്ട്, അവളുടെ ജീവിതം കൊളായോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവള് പോകാനായിട്ട് നിൽക്കുമ്പോൾ മണ്ടേ ഒരുത്തൻ സ്കേറ്റ് ബോർഡിൽ വരുന്നുണ്ട്. അവളുടെ ദേഹത്ത് തട്ടണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജിന്ന് അവളെ പിന്നിലോട്ട് പിടിച്ച് വലിക്കും. അവളെ മുറുകെ കെട്ടിപ്പിടിക്കുകയാണ്. അവർ സ്കേറ്റ് ബോർഡ് ദേഹത്ത് തട്ടാതിരിക്കാനായിട്ട്. കുറച്ചു നേരം അവർ രണ്ടൊരു സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവനൊരു കാര്യം പറയും, ഇനി തൊട്ട് നീ കള്ളം പറയാൻ പാടില്ല, നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാന്നറിയാം, അതുകൊണ്ട് തന്നെ ബോയ് ഫ്രണ്ടിനെ പറ്റി കള്ളം പറയാൻ പാടില്ല, അത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുമെന്ന് പറയും. അതായത് ഇപ്പൊ അവള് പറഞ്ഞില്ലേ ബോയ് ഫ്രണ്ട് നല്ല സ്വഭാവമൊന്നുമല്ല, എപ്പോഴും പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുമെന്ന്. അത് കേൾക്കുമ്പോൾ അവന് വിഷമാവത്തില്ലേ, അതാണ് അവൻ ഉദ്ദേശിച്ചത്. ഇതും പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൾ അവന്റെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാന്ന്. കട്ട് ചെയ്താൽ അവൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ആദ്യം അവന് കുറെ തെറി പറഞ്ഞ് തലയണയൊക്കെ പറക്കി എറിഞ്ഞിട്ട് പിന്നെ അവള് സ്വഭാവം മാറ്റുകയാണ്. അതായത് അവളുടെ ദേഷ്യം മാറിയിട്ടുണ്ട്. അവനെ പറ്റി ചിന്തിച്ച് അവർ തലയണയൊക്കെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുകയാണ്. അതുപോലെ അവൾക്ക് നാണമൊക്കെ ആവുന്നുണ്ട്. അവളിങ്ങനെ കട്ടിലിൽ കിടന്ന് ചവിട്ടി പെടയാണ്. അവന് മെസ്സേജ് ഇടും, എന്തിനാടാ നീ വീണ്ടും എന്റെ നായനെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ട്. അത് അവളുടെ പട്ടിയാണ്, അവന്റെ പട്ടിയല്ല. അവ ഒരു സ്മൈലി മാത്രമേ മെസ്സേജ് ആയിട്ട് ഇടത്തുള്ളൂ. അവൾക്ക് വീണ്ടും നാണമാ. പിറ്റേ ദിവസം ആകുമ്പോൾ അവളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരും, വേറൊന്നുമല്ല കാലാവസ്ഥ മാറിയിട്ടുണ്ട്, മഴ പെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഉടനടി അവളുടെ ഫോണിലോട്ട് വീണ്ടും ഒരു മെസ്സേജ് വരും, അയച്ചത് ജിന്നാണ്. ഇതെനിക്ക് കാലാവസ്ഥ മാറുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് ധരിക്കണം, ഇല്ലെങ്കിൽ തണുക്കുമെന്നാണ് അവൻ മെസ്സേജ് ആയിട്ട് ഇട്ടേക്കുന്നത്. വീണ്ടും അവൾക്ക് നാണം വന്നിട്ട് അവൾ വീണ്ടും കട്ടിലിൽ കിടന്ന് പെടയാണ്. ഇപ്പൊ ജിന്നിനെ കാണിക്കുകയാണെങ്കിൽ അവൻ വീട്ടിലുണ്ട്. മുമ്പ് അന്ന് ആ ഒരു പടക്കം പൊട്ടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പാട്ട് പാടിയില്ലായിരുന്നോ, ഒരു ബാൻഡുമായിട്ട്, അത് സ്പോട്ടിഫൈയിൽ വന്നിട്ടുണ്ട്. ആ ഒരു പാട്ട് ഇട്ടിട്ടാണ് അവളെ ഓർത്തുകൊണ്ട് അവൻ തുണി കഴുകുന്നത്. പിന്നെ അന്നത്തെ ദിവസം അവൻ പട്ടി കളിപ്പിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് ആ വണ്ടീനെ പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവന്റെ ഓരോ ദിവസമായിട്ട് പോകുന്നത്. ഇപ്പൊ മുമുനെ കാണിക്കുകയാണെങ്കിൽ മുമു രാത്രി ആവുന്ന സമയത്ത് ജിന്നിന്റെ റെസ്റ്റോറന്റിൽ വരും അവനെ പറ്റി തിരക്കാനായിട്ട്. പക്ഷെ ജിന്ന് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റാഫാണ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. സ്റ്റാഫിനോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ അവള് ചോദ്യം ചോദിക്കും, മറ്റൊന്നുമല്ല ജിന്നി കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന്. ആ രണ്ട് സ്റ്റാഫ് പറയും, ഞങ്ങൾ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ജിന്നി കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണെന്നാണ്. അവൻ എവരോട് നേരിട്ട് പറഞ്ഞു ജിന്നി കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് സ്റ്റാഫിനോട്. പക്ഷെ അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ഇവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ജിന്ന് പറഞ്ഞേക്കുന്നത് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ്. മുമുനൊരു കാര്യം മനസ്സിലാവും, ഇനിയിപ്പം അവൻ ബാക്കിയുള്ള പെൺകുട്ടികളുമായിട്ട് മിണ്ടാതിരിക്കാനായിട്ട് ഉണ്ടാക്കിയ വേറെ ഒരു എക്സ്ക്യൂസ് മാത്രമാണെങ്കിലോ അറിയില്ല. മുമു ഇതിനെയൊക്കെ പറ്റി ചിന്തിച്ചിരിക്കുമ്പോൾ ആ രണ്ട് സ്റ്റാഫുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് തുടങ്ങും. ഈ രണ്ട് സ്റ്റാഫുമാർ ഒരിക്കൽ ജിന്നിന്റെ വീട്ടിൽ പോയപ്പോൾ എന്താ കണ്ടതെന്ന് അറിയാമോ? ഒരു ലേഡി പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ലേഡി, കണ്ടാലും നല്ല റിച്ച് ലേഡി സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എന്താ അത് ജിന്നിന്റെ വൈഫ് ആയിരിക്കാം. ഇതൊക്കെ പറയുമ്പോൾ മൂന്ന് ആകെ ദേഷ്യം വന്നിട്ട് ചാടി എണീക്കും. എന്തായി പറയുന്നത്, എനിക്കിപ്പോ തന്നെ നിങ്ങളുടെ ബോസിന്റെ നമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്പറും അഡ്രസ്സും വാങ്ങിച്ച് നേരെ വീട്ടിൽ ചെല്ലും. നമ്പർ അല്ല കേട്ടോ, അഡ്രസ്സാണ്. അവനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ലിഫ്റ്റൊക്കെ കയറി മണ്ടയിലോട് ചെല്ലും. അവിടെ ചെന്ന് ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കും. കോണിംഗ് ബെൽ അടിക്കും, പക്ഷെ ആരും തുറക്കുന്നില്ല. അന്നേരം മറ്റേ ഒരു ഡോക്ടറൂടെ വരുന്നുണ്ട്. ഓണർ ജിന്നിനെ ചികിത്സിക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്ത ആ ഒരു ഡോക്ടറിലെ അവരോട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇതിനുശേഷം നടക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഇപ്പൊ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് കാണും വരെ ഓക്കെ ബൈ.